ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ ആയാലും പുരുഷന്മാരെ ആയാലും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവരുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ, അതായത് എക്സ്പെഷ്യലി ഈ കഴുത്തിൻ്റെ രണ്ട് സൈഡിലായിട്ടോ, നമ്മൾ ഈ മാലയിടുന്ന ഭാഗത്തോ, അല്ലെങ്കിൽ ഈ കക്ഷത്തിൻ്റെ ഭാഗത്തോ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്തായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മലാശയത്തിൻ്റെ താഴെയായിട്ടോ ഇങ്ങനെ സ്കിൻ ടാഗുകൾ പോലെ വരും. ചിലപ്പോൾ ഈ തുടയുടെ ഭാഗങ്ങളിലും മുതുകിലും ആയിട്ടും നമുക്ക് ഇത്തരത്തിൽ ഈ പറയുന്ന സ്കിൻ ടാഗുകൾ അല്ലെങ്കിൽ ഉണ്ണി, അരിമ്പാറ, ഈ ഒരു രീതിയിൽ നമ്മൾ പറയുന്ന ഈ പ്രശ്നം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് എന്തൊക്കെയാണ്, ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ ഉണ്ണികൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈ ചെറിയ മടക്കുകൾ പോലെ കാണാൻ പറ്റും. അപ്പോൾ ആ ഭാഗത്ത് ചെറിയ ഉണ്ണികൾ വരും. അപ്പോൾ ഈ ഉണ്ണി എന്ന് പറയുന്നതിലേക്ക് നമ്മളല്ലേ സ്കിൻ ടാഗിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ഇത് റബ്ബർ പോലെ ഇങ്ങനെ വലിയുന്നത് പോലെ കാണും. അതുപോലെ തന്നെ ചെറിയ മുന്തിരികൾ പോലെ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു രീതിയിലായിരിക്കും കാണുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്കിതിൻ്റെ ആ ഞെട്ട് ഭാഗത്തായിട്ട് വേദന വരും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറമേ ഉള്ള ഭാഗത്ത് നമുക്കൊരു കറുപ്പ് കാണാൻ പറ്റില്ല. അവിടെ ഒരു കെരാറ്റിൻ ലെയർ, അതായത് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് വരുന്ന ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ കെരാറ്റിൻ പിഗ്മെൻറ്റ് അടിയുകയും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ബ്ലഡിൻ്റെ വെസൽസ്, അതായത് രക്തക്കുഴലുകൾ കാണും. അതുപോലെ തന്നെ ഇതിങ്ങനെ ഒരു പറ്റിപ്പിടിച്ച് നമ്മുടെ സ്കിന്നിലോട്ട് തന്നെ ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഒരു രീതിയിലായിരിക്കും നമുക്ക് ഈ സ്കിൻ ടാഗ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ സ്കിൻ ടാഗുകൾ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നൊരു പ്രശ്നമാകാം. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഈ സ്കിൻ ടാഗുകൾ ഒരു കാരണവശാലും നമ്മളിങ്ങനെ വലിച്ച് പറിച്ചെടുത്ത് കളയുന്ന ആ ഒരു രീതി പലരും ചെയ്യാറുണ്ട്. ഇപ്പോൾ നെയിൽ കട്ടർ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്ത് കളയോ, ഇങ്ങനെ വലിച്ചെടുത്തൊക്കെ കളയുന്ന രീതിയിലൊക്കെ ചെയ്യും. അവിടെ സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട മേഖല ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പലപ്പോഴും നമ്മുടെ കക്ഷത്തോ ഒക്കെ ആയിട്ട് ഈ ഒരു രീതിയിൽ തുടയിടുക്കിലൊക്കെ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഷേവിങ് സെറ്റ് പോലെ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്കിൻ ടാഗ് കൂടി ഇളകി വന്നാലും നമുക്കവിടെ അതികഠിനമായിട്ട് വേദന ഉണ്ടാവാനും അവിടെ പഴുക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ രോമങ്ങൾ റിമൂവ് ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോലും ഈ സ്കിൻ ടാഗുകൾ നമ്മളെ കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ ഈ മലാശയത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നമുക്കിതുപോലെ സ്കിൻ ടാഗുകൾ വരും. അവിടെ ചിലപ്പോൾ മുറിവുകൾ വന്നിട്ട് അതികഠിനമായിട്ടുള്ള വേദനകൾ അനുഭവപ്പെടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അമിതമായിട്ട് ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ, അതായത് ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാൽ നമുക്കിതുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ മടക്കുകളിലായിട്ടുള്ള ഭാഗങ്ങളിൽ ഇത് വന്നു കഴിയുമ്പോൾ ഈ മടങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഭാഗത്ത് നല്ല രീതിയിൽ സ്കിൻ ഇങ്ങനെ തമ്മിൽ ഉരഞ്ഞു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആ ഉരച്ചിൽ മൂലം സ്കിന്ന് കുറച്ച് നീണ്ട് വളർന്നതിന് ശേഷം അവിടെ അത് കുറച്ച് കെരാറ്റിൻ, അതായത് ഈ സ്കിന്ന് കുറച്ച് നീണ്ട് വളർന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കെരാറ്റിൻ പിഗ്മെൻറ്റ് കൂടുതലായിട്ട് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ കറുത്ത നിറത്തിലേക്ക് ഇത് ചേഞ്ച് ആവുകയും ആ സ്കിന്ന് കുറച്ചുകൂടി കട്ടി വരുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു റീസൺ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോള്, അമിതവണ്ണം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ ഇതിൻ്റെ കാരണങ്ങൾ സയൻറ്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് റീസൺ, ഇഡിയോപ്പതിക്ക് എന്ന് പറയാം, അതായത് നമുക്കൊരു കൃത്യമായിട്ടുള്ള റീസൺ ഇതിന് പറയാൻ സാധിക്കില്ല. എങ്കിലും അമിതവണ്ണവും പ്രമേഹവും മെറ്റബോളിസവും അതുപോലെ തന്നെ നമുക്ക് പ്രായം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കാണ് നമുക്ക് സാധാരണ അമിതവണ്ണം, കൊളസ്ട്രോള്, ഷുഗർ മുതലായിട്ടുള്ള ഒട്ടുമിക്ക രോഗങ്ങൾ അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു ഏജ് കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റോൾഡ് ഗോൾഡ്, അതായത് ഈ വരവ് സ്വർണം എന്ന് പറയില്ലേ, ഒറിജിനൽ അല്ലാത്ത സ്വർണം വാങ്ങി ഇടുന്നവരിലും നമുക്കിത് കൂടുതലായിട്ട് കാണാൻ പറ്റും. കാര്യം ആ ഒരു മേഖലയിൽ കൂടുതലായിട്ട് ആ ഒരു ഫ്രിക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഇത് കൂടുതലായിട്ട് വരുന്ന ഒരു രീതിയിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാലും, അതുപോലെ തന്നെ PCOD, തൈറോയിഡ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരിലും ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ PCOD ഉള്ളപ്പോൾ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കഴുത്തിൻ്റെ പുറകു ഭാഗത്തായിട്ട് നല്ല രീതിയിൽ കറുപ്പ് നിറം വരും.
അപ്പോൾ ആ കെരാറ്റിൻ അടിഞ്ഞ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഫ്രിക്ഷൻ കൂടിയതിന് ശേഷം ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഈ ബ്രസ്റ്റിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഇതുപോലുള്ള സ്കിൻ ടാഗ് വരുന്നതായിട്ട് കാണാം. അതിവ തമ്മിലിങ്ങനെ ഒരേയുമ്പോൾ സ്കിന്നുമായിട്ട് ഒരേയുമ്പോൾ ആ ഫോൾഡിൽ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സ്കിൻ ടാഗുകൾ ഉണ്ടാകുന്നത്. ഇനി ഈ സ്കിൻ ടാഗ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം. ഒന്ന്, നമുക്ക് ഇപ്പോൾ കോട്ടറൈസേഷൻ, ഇലക്ട്രോ കോട്ടറി മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കിത് കോട്ടറി ചെയ്തിട്ട് നമുക്കിതെടുത്ത് കളയാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ഡ്രൈ ഐസ് ഉപയോഗിച്ചിട്ട് നമുക്കിത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇളകി പോകുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇപ്പം നൂലോ അല്ലെങ്കിൽ പണ്ടൊക്കെ മുടി ഉപയോഗിച്ച് ഇതിങ്ങനെ സൈഡിൽ നമ്മളിങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്കുള്ള ബ്ലഡ് സപ്ലൈയുടെ അളവിൽ കുറവ് വരികയും പിന്നീട് ഇത് പൊഴിഞ്ഞ് പോകുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ചില മെത്തേഡുകൾ, പക്ഷേ ഒരു കാരണവശാലും നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ടോ നമ്മുടെ കൈ കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ ഇത് കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് ശരീരത്തിലുണ്ടാകും. അതുപോലെ തന്നെ ഈ പറയുന്ന സംഭവം ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പഴുത്തതിന് ശേഷം അതികഠിനമായിട്ടുള്ള വേദനയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൊളസ്ട്രോൾ അല്ലെങ്കിൽ പ്രമേഹ രോഗം കൂടുതലായിട്ടുള്ളവർ ഒരു കാരണവശാലും ഈ കെട്ടിടുന്ന പരിപാടിയോ കട്ട് ചെയ്ത് കളയുന്ന രീതിയോ നിങ്ങൾ ചെയ്യരുത്. ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എളുപ്പമാർഗ്ഗങ്ങൾ പറയാം. ഒന്ന്, നമുക്ക് പപ്പായ ഇലയുടെ കറ എടുത്തതിന് ശേഷം നമ്മൾ ആ ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ ഇത് പോകുന്നതായിട്ട് കാണാം. അതായത് ഒരു 3 ദിവസം അടുപ്പിച്ച് നമ്മളത് ചെയ്താൽ മാറും. അതുപോലെ തന്നെ നമുക്ക് നാരങ്ങ നീര് ആ ഭാഗത്ത് തൊട്ട് വെക്കുന്ന ഒരു പഞ്ഞിയിൽ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാറുന്നതായിട്ട് കാണാം. പിന്നീട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ആപ്പിൾ സിഡർ വിനിഗർ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊരു അസിഡിക് മീഡിയം ആയതുകൊണ്ട് നമുക്ക് അതവിടെ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആവണക്കെണ്ണയിൽ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ഒരു 2 ടീസ്പൂൺ ആവണക്കെണ്ണ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് കുറച്ച് പഞ്ഞിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഭാഗത്ത് രാത്രിയിൽ വെച്ച് കെട്ടിയിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇത് ഇളകി പോകുന്നതായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ പേഷ്യൻസിനെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിന് ഇന്ദ്രതൈലം എന്നാണ് പറയുന്നത്. ഇന്ദ്രതൈലം ഇതൊരു ചെറിയ പാക്കറ്റിലാണ് വരുന്നത്. ഇതിന് ഏകദേശം 75 രൂപയോളമാണ് ഇതിൻ്റെ വില വരുന്നത്. സാധാരണ 75 രൂപയ്ക്ക് കിട്ടും. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതേണ്ട ഇതുപോലൊരു ചെറിയ ബോട്ടിലാണ് വരുന്നത്. ഇതൊരു നെയ്യ് പോലെ നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അകത്തിങ്ങനെ ഒരു കവറിങ് ഉണ്ട്. കവറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു നെയ്യ് പോലെ ഇങ്ങനെ പറ്റിയിരിപ്പുണ്ട്. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം നമ്മൾ ആ ഭാഗത്ത് ചെറുതായിട്ട് ഒന്ന് പുരട്ടി കഴിഞ്ഞാലും നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഇളകി പോകുന്നതായിട്ട് കാണാൻ പറ്റും. ചിലർ ഈ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് ഈ പറയുന്ന മെഡിസിൻ കോരിയെടുത്ത് ആ ഭാഗത്ത് കറക്റ്റായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും അവർക്ക് പെട്ടെന്ന് ഇത് കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ പേര് ഇന്ദ്രതൈലം എന്നാണ്. 75 രൂപയൊക്കെയാണ് വരുന്നത്. വർഷങ്ങളോളം ഇതിൻ്റെ എക്സ്പയറി പീരീഡുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ഇത് ഞാൻ പല പേഷ്യൻസിനും കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ദ്രതൈലം നമ്മൾ അപ്ലൈ ചെയ്താലും നമുക്കിതിൻ്റെ അകത്ത് നല്ല രീതിയിൽ വ്യത്യാസം വരും. പക്ഷേ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് വീണ്ടും കറക്റ്റ് അല്ല. അതായത് നമ്മൾ PCODക്കുള്ള മെഡിസിൻസ് എടുക്കുന്നില്ല, തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നില്ല, കൊളസ്ട്രോളോ അമിതവണ്ണവും നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പ്രമേഹത്തിനുള്ള മരുന്നുകൾ എടുക്കാതിരിക്കുകയോ ഇല്ലെങ്കിൽ നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നിർത്താതെ അതായത് കൺട്രോളിൽ കൊണ്ടുവരാതെയോ ഇരുന്ന് കഴിഞ്ഞാൽ ഇവ വീണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാവും. കാര്യം അമിതവണ്ണം ഉണ്ടായി കഴിയുമ്പോൾ ഉറപ്പായിട്ട് സ്കിൻ ഫോൾഡുകൾ ഉണ്ടാവും. വീണ്ടും ആ ഭാഗങ്ങൾ ഉരഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്ന സ്കിൻ ടാഗ് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കൂ. വേറെ ഒരു രീതിയിൽ നമുക്കിതെടുത്ത് കളയാൻ പറ്റില്ല. കളഞ്ഞാലും ഇത് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ അത്യാവശ്യം വ്യായാമം ചെയ്യുകയും നമ്മുടെ ആഹാരങ്ങൾ പൂർണ്ണമായിട്ട് ഒന്ന് കൺട്രോളിൽ നിർത്തി അമിതവണ്ണൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റാം. ഈ ഇന്ദ്രതൈലമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ മെത്തേഡുകൾ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കിത് നല്ല രീതിയിൽ മാറ്റാം. പക്ഷേ എപ്പോഴും നമ്മളിപ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ക്രയോ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കോട്ടറി ചെയ്ത് കളയുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് മാറ്റിയെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതിലേത് മെത്തേഡാണോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് ആ മെത്തേഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് ചെയ്യുക എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.